സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹോ, അങ്ങനെ അത് കഴിഞ്ഞു. ഇത് അവന്റെ ഫോണല്ലേ, എന്തിനാ എടുക്കണ്ട. എന്നാലും നോക്കിയാലോ. വൈകിയുടെ മെസ്സേജ് ആണല്ലോ. ഐ മിസ് യു. ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു. മോളെ, ഇനി ഇത് വേണ്ട. കാർത്തി ഇത് കാണരുത്. ഉടവ കൊടുക്കുമോനെ. എല്ലാവരെയും നോക്കി തൊഴുക. ഇനി മണ്ഡപത്തിന് ചുറ്റും 3 പ്രാവശ്യം വലം വെച്ചോളൂ. നീ സുഖമായിട്ട് ജീവിക്കണം, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം.
കാർത്തിയുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനങ്ങ് വെറുതെ വിടാൻ പറ്റുമോ എനിക്ക്? കാണിച്ചു കൊടുക്കും ഞാൻ ഗൗരിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന. എന്റെ കാലിലല്ല മോള് തൊട്ടു തൊഴേണ്ടത്. മോൾക്ക് കിട്ടിയ ഈ ഭാഗ്യത്തിന് ഒരു കാരണക്കാരനുണ്ട്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ വിവാഹം നടത്തി തന്ന കൃഷ്ണേട്ടൻ. വാ വാ മക്കളെ. അനുഗ്രഹം വാങ്ങിക്കും മക്കളെ. എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും നിങ്ങൾക്കുണ്ടാവും. ആ മോളെ, ഇന്നു മുതൽ നീ പുതിയൊരു ജീവിതം തുടങ്ങാണ്. കാർത്തിക്കിന്റെ ഭാര്യയായി, അവിടുത്തെ നല്ല മരുമോളായി എന്നും നീ സന്തോഷത്തോടെ ജീവിക്കണം. ഇന്നു മുതൽ നിനക്ക് കാർത്തിയും കാർത്തിക്ക് നീയും മാത്രമായിരിക്കും. ഇനിയിപ്പോ എങ്ങനെയാ കൃഷ്ണ കാര്യങ്ങള്? പെണ്ണും ചെറുക്കനും ഇറങ്ങാൻ അധിക സമയമില്ല. ഇതിപ്പം 2 ദിവസം കൂടെ നിന്നിട്ട് പോവാന്ന് പറഞ്ഞാ കേൾക്കൂലല്ലോ. ആദ്യ ദിവസം വേറൊരു വീട്ടിൽ തങ്ങണ്ട, അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും വീട്ടിലൊന്ന് കേറിയിട്ട് പോവാം, അത് മതി. ഓ, ഉത്തരവേ. ആഹാ, എന്നിട്ട് എടാ വേഗം പറ. ആണോ? കല്യാണ ചെറുക്കൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയോ? അടിപൊളി, ബാക്കി പറ, കേക്കാൻ കൊതിയാവുക. അയ്യോ, അങ്ങനെ ഉണ്ടായോ? ഹലോ ഹലോ, പറടാ. ഷോ കട്ടായി. ആരാ വിളിച്ചേ? ചേട്ടായി, നമ്മളെ ടി വി നന്നാക്കണ ഹരിയില്ലേ, അവൻ ഒരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചത്. ഞാൻ കേട്ടു. സത്യമാണോ? പിന്നല്ലേ, അവനും കല്യാണത്തിനുണ്ടായിരുന്നില്ലേ? സുന്ദരിയെ കണ്ടതും ചെറുക്കൻ മണ്ഡപത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയെന്ന്. അപ്പൊ കല്യാണം മുടങ്ങിയോ? കല്യാണം ചെറുക്കല്ലോ, പിന്നെ കല്യാണം നടത്താൻ പറ്റൂ? കല്യാണം മുടങ്ങി. ഞാനിന്ന് ആഘോഷിക്കടാ. ഞാനിന്ന് കുടിച്ചു കുന്തം അറിയോടാ. നേരെ മല്ലികയുടെ വീട്ടിലേക്ക് പോകും. പടക്കം കിട്ടോടാ, പടക്കം. ദീപാവലിയായോ ചേട്ടായി? ദീപാവലി, റംസാനും ഓണം, ക്രിസ്മസ് എല്ലാം ഒരുമിച്ച് വന്ന പോലെയാടാ എനിക്ക്. കുടിച്ച് കൂത്താടി മല്ലികയുടെ വീട്ടിന്റെ മുമ്പിൽ മാലപ്പടക്കം വലിച്ചു കെട്ടി കത്തിച്ച് ആഘോഷിക്കൂടാ ഞാൻ. അത് വേണം ചേട്ടായി, 2 അമ്മട്ടും കൂടെ കത്തിച്ചു വിടും. അവിടെ കൊണ്ടൊന്നും തീരത്തില്ലടാ. ആ സുന്ദരിയില്ലേ, സുന്ദരി, അവളെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. എന്റെ എല്ലാ പരിപാടിയും പൊളിച്ചത് അവളാ. അവളുടെ മുഖത്ത് നോക്കി കല്യാണം മുടങ്ങിയവളെ ഒന്ന് വിളിക്കണം എനിക്ക്. പറ്റിയ മോന്തക്കിട്ട് 2 കുത്തും കൊടുക്കണം. അമ്മാതിരി അടി അവളെ കാരണം ഞാൻ വാങ്ങിച്ചു കൂട്ടിയത്. ഓ, എന്റെ കാവലമ്മേ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. നാരങ്ങാ വിളക്കം 101 1,001 കത്തിക്കും ഞാൻ. ഓ എന്റെ കർത്താവേ, 101 മെഴുകുതിരെത്തിച്ചേക്കാമേ. ഹരി വിളിക്കുന്നു, വേഗം എടുക്കടാ. ആ സുന്ദരിക്ക് ആപത്ത് പറ്റി നിറഞ്ഞപ്പോ വല്ലാത്തൊരു കുളിരാ. നീ എടുക്ക്, ഒന്നും കൂടെ അടിക്കട്ടെ. നേരത്തെ കട്ടായി പോയി, പറ. എന്നിട്ട് കൃഷ്ണ മുതലാളിയോ? അയ്യോ, ആണോ? അത് വളരെ മോശമായി പോയല്ലോ. ഹലോ ഹലോ, ഇനി ആരെങ്കിലും ചത്ത? ഹലോ, ഇപ്പൊ എന്താ പറഞ്ഞേ? വീണ്ടും കട്ടായി പോയി. എടാ, അവൻ ഇപ്പൊ എന്താ പറഞ്ഞെന്ന്? ചേട്ടായി, പ്രശ്നമാണ്. പ്രശ്നമാവണം. അവള് പോയി ആത്മഹത്യ ചെയ്യണം. നീ പറ, എന്താ ഉണ്ടായേ?
സന്തോഷിക്കൊന്നും വേണ്ട, സുന്ദരി അവൻ തന്നെ കെട്ടി. പാതി പറഞ്ഞപ്പോഴേ ഫോൺ കട്ടായി പോയില്ലേ, ഇപ്പോഴാ ബാക്കി പറഞ്ഞത്. നിന്നെ ചേട്ടായി, ഇവളെ കാരണം എത്രാമത്തെ അടിയെ ഞാൻ വാങ്ങിച്ചു കൂട്ടണത് മാതാവേ. അടിക്കല്ല, നിന്നെ കൊല്ലും ഞാൻ. സകലം മൂടും പോയി. ഈ സുന്ദരിയുടെ ഒരു കാര്യം, ഇന്ന് ആദ്യരാത്രി, അത് കഴിയുമ്പോ അവന്റെ കൂടെ അവൾ എറണാകുളത്തും പോകും, അത് കഴിഞ്ഞ് അവൾ അവിടെ പഠിക്കും, അത് കഴിഞ്ഞ് അവളെ കളക്ടറും ആവും. എന്നിട്ട് ഈ നാട്ടിലേക്കൊരു വരവുണ്ട്, മുകളിൽ ലൈറ്റ് വെച്ച കാറിൽ. ചേട്ടായി ഇതൊക്കെ എങ്ങനെ സഹിക്കും ചേട്ടായി? ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത് മനസമാധാനം. എന്നാലേ ഏതവൾക്കും കളക്ടറാവാൻ പറ്റൂ. ഒരു താലി കെട്ടിയെന്നും പറഞ്ഞ് എല്ലാ കാലവും അവന്റെ ഭാര്യയായി ജീവിക്കാമെന്നൊന്നും സുന്ദരി കരുതണ്ട. ചേട്ടായി എന്ത് ചെയ്യാൻ പോവാ? സുന്ദരിയുടെ ഈ ബന്ധം ഞാൻ പൊളിക്കും. അവനെ അവളെ രണ്ട് പാത്രമാക്കാതെ ഈ മൈക്ക് സെറ്റ് അജു അടങ്ങൂന്ന് പ്രതീക്ഷിക്കണ്ട. സാരിയൊക്കെ മാറ്റി കൊടുത്തല്ലോ. കാർത്തിക് മോന്റെ പുടവ എടുത്തപ്പോ മോള് കൂടുതൽ സുന്ദരിയായി. എന്തു പറ്റി മോളെ നിനക്ക്? എനിക്കാകെ പേടിയാവുന്ന അച്ഛമ്മ. എന്തിനാ? ആ പുള്ളിക്കാരൻ ഇതുവരെ എന്നോടൊരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല. അതാണോ ഇത്ര വലിയ കാര്യം? വലിയ പട്ടണത്തിലൊക്കെയാണ് താമസമെങ്കിലും ശ്രീദേവിയുടെ ആങ്ങളെയല്ലേ, വലിയ നാണക്കാരനായിരിക്കും. ഇനിയിപ്പോ എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാവോ മിണ്ടാത്തെ? ഒന്ന് പോടി അവിടുന്ന്. എന്റെ മോളെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ദേ, ഇഷ്ടപ്പെടാത്തവനാണെങ്കിലേ കല്യാണത്തിന് മുമ്പേ അവൻ പറയില്ലായിരുന്നു. ദേ, പുറപ്പെടാനായിട്ട് അവിടെ എല്ലാരും റെഡിയായി നിൽക്കുക. വാ. അച്ഛമ്മ അമ്മയൊന്നും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. അത് കൊള്ളാം. എല്ലാ പെമ്പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. കല്യാണം കഴിഞ്ഞാ ഒറ്റയ്ക്കല്ലേ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകേണ്ടത്. ദേ, ഇപ്പം മോള് പോ. ഇന്ന് തന്നെ ഞങ്ങള് മറുവീടിന് വരുന്നുണ്ടല്ലോ. എന്നെ ഇനിയും പഠിക്കാൻ സമ്മതിക്കൂ അച്ഛമ്മ? സമ്മതിപ്പിക്കണം. അതിനുള്ള വഴിയെ ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോ ആദ്യരാത്രിയാണെന്ന് വെച്ചോ. പാലുമായി മോള് മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പൊ മോളെയും കാത്ത് കാർത്തിക്കുമോ കട്ടിലിരിപ്പുണ്ടാവും. ആദ്യരാത്രിയാണെന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത നാണമൊന്നും കാണിക്കണ്ട. ചെന്ന് പാല് കൊടുക്കും മുമ്പേ കാര്യം അങ്ങ് പറഞ്ഞേക്കണം. എന്ത്? അതിത്രേ ഉള്ളൂ. എനിക്ക് ജീവിതത്തിൽ കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. വിവാഹം എന്റെ ജീവിതത്തിൽ തടസ്സമാവരുത്. എല്ലാ പെൺകുട്ടികൾക്കും ജീവിതത്തിൽ പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുട്ടികളും കുടുംബവും ഒക്കെയായി ജീവിതം അങ്ങ് തീരും. അത് നമുക്ക് വേണ്ട. എനിക്ക് പഠിക്കണം, പഠിച്ചു വലിയ നിലയിലെത്തണം. അതിന് സമ്മതിച്ചാൽ മാത്രമേ ആദ്യ രാത്രി ഉള്ളൂ എന്ന് പറയണം. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. കൊച്ചുമോള് ഭർത്താവിന്റെ വീട്ടിൽ പോവാൻ നേരം അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഉപദേശം. ഓ, ഒന്ന് പോടിയായിരുന്നു. ഇതൊക്കെ അച്ഛമ്മയുടെ ഒരു ടെക്നിക്കല്ലേ. ഉപദേശം കഴിഞ്ഞെങ്കിൽ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. അവിടെ എല്ലാവരും പുറപ്പെടാൻ തയ്യാറായി നിൽക്കുക. വാ സുന്ദരി. വാ മോളെ. ഇറങ്ങാനുള്ള മുഹൂർത്തായെന്നും പറഞ്ഞ് അച്ഛൻ അവിടെ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുക. വാ ഇങ്ങോട്ട്. മോളെ, ഇത് മോക്ക് വേണ്ടി ശ്രീദേവിയമ്മ വാങ്ങിച്ചതാ. എന്താ ദേവിയമ്മ ഇതില്? ഇതിലൊരു ആനക്കുട്ടി കുഞ്ഞായതുകൊണ്ട് കവറിലാക്കി തന്നതാ. വീട്ടിൽ കൊണ്ടുപോയി എന്റെ അമ്മാവനും അമ്മായും കൂടി വളർത്തി വലുതാക്കി ഒരു വലിയ കൊമ്പനാനയാക്കി ഞങ്ങക്ക് തിരിച്ചതാ. ഒരു വർഷത്തിനകം ഒരു കുട്ടിക്കൊമ്പനെ എന്റെ മോൾ എനിക്ക് തരും അല്ലേ സുന്ദരി? തൽക്കാലം ഇത് പിടിക്ക്. കുറച്ച് ഡ്രസ്സാ. സാരിയുണ്ട്, ചുരിദാറുണ്ട്, അങ്ങനെ കൊറേ ഉണ്ട്. അയ്യോ, എന്തിനാ ഇതെല്ലാം കൂടി? എന്റെ ആങ്ങളെ ആയതുകൊണ്ട് പറയല്ലേ, നിനക്ക് ഡ്രസ്സിനൊന്നും ഒരു പഞ്ഞവും വരാൻ പോകുന്നില്ല.
എന്തോരം തുണികളാ അവൻ വാങ്ങിച്ചു കൂട്ടുന്നേന്നറിയോ? എന്നാലും ഇതെന്റെ വകയാ. ഞാൻ എന്റെ സുന്ദരി മോൾക്ക് തരുന്ന സമ്മാനം. വാങ്ങിച്ചു. വാങ്ങിക്കും മോളെ. മോളെ മാലിനി ഒന്ന് വന്നേ. ദേ വേഗം വാ. വാ വാ. വാ അച്ഛമ്മ. ഇനിയിപ്പോ നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ ഇറങ്ങിയാൽ മതിയായിരുന്നു. എന്നാലും അതല്ലല്ലോ അതിന്റെ ഒരു രീതി. മറുവീടല്ലേ, കുടിവെപ്പ് കഴിയുമ്പോഴേക്കും ഞങ്ങൾ എത്തിയേക്കാം. അത് മതി, അതാ നല്ലത്. വാ സുന്ദരി. നിന്റെ കാർ ഞാൻ എടുത്തോളാം. നീ സുന്ദരിയും കൂടി ബാക്കി കയറിയാൽ മതി. ഒന്നും മിണ്ടാതിരിക്കാവോ? ശരി, ഇനി മിണ്ടുന്നില്ല. എന്താടാ വിനീത് ഇവനൊരു വിഷമം? അത് വേറൊന്നല്ലമ്മേ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവന്. കല്യാണം കഴിഞ്ഞത് അറിഞ്ഞ് ഓരോരുത്തരായിട്ട് വിളിച്ചോണ്ടിരിക്കുക. ആരെയും അറിയിച്ചില്ലല്ലോ, അതിന്റെ ഒരു ടെൻഷനാ. നീയും സുന്ദരി എറണാകുളത്ത് എന്നിട്ട് എല്ലാരെയും വിളിച്ചൊരു പാർട്ടി അങ്ങ് നടത്തിയാ പോരെ? അതെ, ബാക്കി കാര്യങ്ങളൊക്കെ മറുവീട് വരുമ്പോ പറയാം. ഇപ്പോ മുഹൂർത്തം തെറ്റിക്കാതെ ഇറങ്ങാൻ നോക്ക്. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ കൃഷ്ണന്റെ മോളെ ഞങ്ങളങ്ങ് കൊണ്ടുപോവുക. അവകാശം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്കരുത്. ഇനി ഇവൾ ഞങ്ങളുടെ മോളാ. അല്ല, മല്ലിക എവിടെ പോയി? അയ്യോ, അത് ശരിയാണല്ലോ, ഇവളിതെവിടെ പോയി? ഞാൻ കരുതിയത് നിങ്ങൾ എല്ലാരും കൂടെ അകത്ത് ഒന്നിച്ചുണ്ടാവുന്നു. വല്ല ചട്ടിയും കലവും കഴിക്കൊണ്ട് അകത്തിരിക്കുകയായിരിക്കും. സ്വന്തം മോളുടെ ഒരു നല്ല ചടങ്ങ് നടക്കുമ്പോഴെങ്കിലും ഇവിടെ നിന്നൂടെ അവക്ക്? ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മാലി മോളെ, ആ ബാഗ് സാധനങ്ങളെല്ലാം കൂടെ വണ്ടിയിലെടുത്ത് വെച്ചേ. ആ ശരി അച്ഛാ. അങ്ങോട്ട് ചെല്ലേ. അല്ല, നിങ്ങൾ കൂടെ ഈ വണ്ടി കയറിയല്ലേ? എന്നാ കയറിക്കോ. മല്ലികേ, എടി മല്ലികേ, വെറുതെ വല്ലവരെയും കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഇതെവിടെ പോയി? മല്ലികേ, താല്പര്യമില്ലെങ്കിലും ഒന്ന് വന്ന് നിന്നുകൂടായിരുന്നു ഇവക്ക്. വളർത്തി വലുതാക്കിയ പെങ്കൊച്ചു പടിയിറങ്ങി പോവാ. മല്ലികേ, 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 എന്തു പണിയാടി മല്ലികേ നീ കാണിച്ചത്? എടി, ആ കൊച്ചിനിറങ്ങാൻ സമയമായെന്ന്. നീ ഒന്ന് അങ്ങോട്ട് വന്നേ. ഞാൻ വരുന്നില്ല. അവളെ അമ്മച്ചി തന്നെ അങ്ങ് യാത്രയാക്കിയാൽ മതി. അവൾക്ക് സ്നേഹക്കൂടുതലും അച്ചമ്മയോട് തന്നെയല്ലേ? അത് തന്നെ ആയിരിക്കും സുന്ദരിയുടെ സന്തോഷം. എന്തു പറച്ചിലടി ഇത്? നീ അവളുടെ അമ്മയല്ലേ? നീ ഒരുപാട് പാടുപെട്ട് വളർത്തിയതല്ലേ അവളെ? അതുകൊണ്ട് തന്നെയാ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അവൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല എനിക്ക്. വഴക്കിടുന്നതും തല്ലാൻ ചെല്ലുന്നതും എല്ലാം കരഞ്ഞു പോവാതിരിക്കാനാ. പക്ഷെ എന്റെ കൊച്ചെന്റെ അടുത്ത് വന്ന് പോട്ടെ അമ്മയെന്ന് ചോദിച്ച പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എനിക്ക്. ഞാൻ കരഞ്ഞ അവൾക്ക് സങ്കടാവും. കരയിച്ചിറക്കി വിടണ്ട എന്റെ കൊച്ചിനെ. ചെന്ന് യാത്രയാക്ക്. അത് പറ്റത്തില്ല, നീയും കൂടെ വന്നേ. എനിക്ക് മുഖമില്ല അവളെ നോക്കാൻ. ഇപ്പൊ നടന്നത് എന്താ? അവളുടെ കല്യാണം. ആരുടെ ആഗ്രഹം? എന്റേത് മാത്രം. ഭക്ഷണം കൊടുത്ത് വളർത്തിയെന്നല്ലാതെ ഇന്നോളം ഞാൻ അവളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു നല്ല ഉടുപ്പ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഇന്ന് വരെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആഹാരം അതെന്താ, ഞാൻ വച്ചുണ്ടാക്കുന്നത് അവള് കഴിക്കും. ഇന്നത് വേണോന്ന് എന്റെ മോൾ ഇന്നോളം പറഞ്ഞിട്ടുമില്ല. ഞാനൊട്ട് അറിഞ്ഞത് ചെയ്തിട്ടുമില്ല.
ഒരാഗ്രഹമേ എൻ്റെ മോള് പറഞ്ഞിട്ടുള്ളൂ. അത് പഠിക്കണമെന്ന് മാത്രം, നല്ല നിലയ്ക്ക് എത്തണമെന്നാ. അതുപോലെ സാധിച്ചു കൊടുക്കാൻ പാങ്ങില്ലാതെ പോയ ഒരമ്മയാ ഞാൻ. പിന്നെന്താ, ഞാൻ എന്റെ ആഗ്രഹം സാധിച്ചെടുത്തു. നല്ല ഒരുത്തന്റെ കൈ പിടിച്ചേൽപ്പിച്ചു. സത്യം പറഞ്ഞ ഞാൻ എന്റെ തലയിലെ ഭാരം ഇറക്കി വെച്ചത്. അല്ലാതെ അമ്മയാണെന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്തത്? ഞാൻ എന്റെ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. സ്വന്തം മകള് രാജാത്തിയായി കാണണമെന്ന് ആഗ്രഹിക്കാത്ത അമ്മമാര് കാണുമോ? എനിക്കും ഉണ്ട് ആ മോഹം. പക്ഷെ പേടിയാ. എടുത്ത പൊങ്ങാത്ത ആഗ്രഹങ്ങൾക്ക് പിറകെ നടക്കാൻ എനിക്ക് പേടിയാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. നിന്നെ ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നവളല്ലേടി മോളെ ഞാൻ. നീ കരയരുത്, വഴക്കിട്ട് തന്നെ നിക്കണം. നീ കാണിച്ച തന്റെ ഇടത്തിലല്ലേടി മോളെ ഈ കിളവി ജീവിച്ചത്. അമ്മച്ചി ചെല്ല്, മോളെ യാത്രയാക്ക്. കരയില്ലേ മോളെ?